രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു കർണാടകയിലെ ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെറ്റായ വിവരങ്ങൾ നൽകി എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ കൂടിയുണ്ട്. അജീഷ് ജയകുമാർ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. അജീഷ്, കർണാടകയിൽ ഇതിനോടൊപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ആരോപണം അന്വേഷിക്കാൻ അവിടെ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സർക്കാർ. പക്ഷേ ആ സമയത്താണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് പോകുന്നത്. മാത്രമല്ല അത് ഇലക്ഷൻ കമ്മീഷന്റെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ അവർ പങ്കുവച്ചിട്ടുമുണ്ട്. എന്താണ് ഈ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ? ഈ പ്രജിൻ, ഈ 7-ാം തീയതി രാഹുൽ ഗാന്ധി ഈ വാർത്താ സമ്മേളനം നടത്തുന്ന ദിവസം, അത് ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത് ചില ഡോക്യുമെന്റുകൾ കാണിച്ചുകൊണ്ടായിരുന്നു. അതായത് ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള വോട്ടർ ID കാർഡ് കാണിച്ച് അവരുടെ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് കാണിച്ചുകൊണ്ടായിരുന്നു. അതിൽ ഒരു ശകുൻ റാണി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേര്, അത് ആ പേരിൽ തന്നെ അവരുടെ പേരിൽ 2 വോട്ടർ ID കാർഡ് ഉണ്ടെന്നും രാഹുൽ ഗാന്ധി അന്ന് തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ രണ്ടാമത്തെ വോട്ടർ ID കാർഡിലും ആദ്യത്തെ വോട്ടർ ID കാർഡിലും പേരുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ടെന്നും ഇവർ ആ തെരഞ്ഞെടുപ്പിൽ 2 വോട്ട് ചെയ്തതായിട്ടും രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതമെന്ന് പറഞ്ഞിരുന്നു. ഇതിന് ഈ വിഷയത്തിലാണ്, ഈ ആരോപണത്തിലാണ് ഇപ്പോൾ കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്. നോട്ടീസിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് രാഹുൽ ഗാന്ധി ആ തെളിവുകൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹാജരാക്കണം. തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ ആവശ്യപ്പെട്ടത്. അന്ന് ഈ വാർത്താ സമ്മേളനം നടത്തിയ ദിവസവും മൊത്തത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ശകുൻ റാണി എന്ന പേരിലുള്ള ആ ഒരു ആരോപണം. അതായത് ഈ ശകുൻ റാണി 2 വോട്ട് ചെയ്തു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ ഇപ്പോൾ വീണ്ടും ഒരു നോട്ടീസ് കൂടി. മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നു. അത് ഇതേ രാഹുൽ ഗാന്ധിയുടെ നേരത്തെയുള്ള ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ എക്സിൽ അത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കൂടി സ്റ്റേറ്റ്മെന്റ് വരുന്നു. അത് ഫോൾസ് വിവരങ്ങളാണ്, തെറ്റായ വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പങ്കുവച്ചിരിക്കുന്നത്. മിസ്ലീഡിംഗ് ആണ്, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു രാഹുൽ ഗാന്ധി എന്ന കുറ്റപ്പെടുത്തലുമായിട്ടാണ് ആ എക്സ് പോസ്റ്റ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പങ്കുവച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.